എല്ലാ കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറയാൻ കുറച്ച് നാണം വേണ്ടേ? 10 പൈസക്ക് കിട്ടുമോ നിങ്ങൾ? ഈ റെജിലി കോസ് എന്താ പറയുന്നത്? ഭരിക്കുന്നത് നിങ്ങൾ, ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി. അപ്പം നിങ്ങൾ ഈ രാജ്യം ഭരിക്കുമ്പം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് പൂർണ്ണമായും പ്രതിപക്ഷ നേതാവാണ്, KC വേണുഗോപാലാണ് എന്നൊക്കെ വിളിച്ചു പറയാൻ ഒരു നാണമില്ലേ നിങ്ങൾക്ക്? മാത്രമല്ല, ആരാണ് ഇയാളെ നിയമിച്ചത്? ഞങ്ങളല്ലല്ലോ. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി ഇദ്ദേഹത്തെ നിയമിച്ചതാരാ? നിങ്ങൾ തന്നെയാണ്. ഇയാൾ അൻവർ പറയുന്നത് പോലെ ഇത്ര വൃത്തികെട്ടവനും ആളെ കൊല്ലാൻ മടിയില്ലാത്തവനും കൊടിയ അഴിമതി വീരനും ഒക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള പരിവേഷമുള്ള ഒരാളെ നിങ്ങൾ നിയമിക്കുന്നത് പുണ്യപ്രവൃത്തി ചെയ്യാനാണോ? അല്ലല്ലോ, വൃത്തികേടുകൾ ചെയ്യാനല്ലേ, അഴിമതി ചെയ്യാനല്ലേ. അപ്പം നിങ്ങൾ നിയമിച്ച ആ നിയമിച്ച ആൾ തന്നെ ഇത്രയൊക്കെ വൃത്തികേട് ചെയ്തെന്ന് പറയാം. ഇത് നിങ്ങളെ ഭരണകക്ഷി MLAക്ക് നിയമസഭാ പാർട്ടി യോഗം CPM-ൻ്റെ കൂടുമ്പോൾ അവിടെ പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി പറഞ്ഞാൽ പോരെ? ഇതെന്തപ്പോൾ വിളിച്ചു പറയാനുള്ളൊരു കാരണം? അതും പഠിക്കണ്ടേ? മാത്രമല്ല, അൻവർ മഹാനാണ്, അൻവർ ആർജവമുള്ള ആളാണെന്ന് പറയുന്നു. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ച് റെജിലി ലോക്കോസിൻ്റെ അഭിപ്രായം എന്താ? 29 വകുപ്പ് തലയിലേറ്റി നടക്കുകയാണ്. നേരെ ചൊവ്വേ 4 ചായപ്പേടി നടത്താൻ പോലും ഒരു മനുഷ്യന് സാധിക്കില്ല. ആ സ്ഥാനത്ത് 29 വകുപ്പേറ്റ് നടക്കുന്നു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു വകുപ്പും തൻ്റെ സഹപ്രവർത്തകർക്ക് വിട്ടുകൊടുക്കാതെ എല്ലാ വകുപ്പും കൂട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു അധികാര കൊതിയനാണ് മുഖ്യമന്ത്രി എന്നല്ലേ ഈ ആരോപണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? അല്ലേ? ഒന്ന് നോക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പരിപൂർണ പരാജയം. ഇതൊക്കെ പറയുന്നത് ആരാ? ഇതൊക്കെ പൊതുയിടത്തുവെന്ന് പറയാണ്. പാർട്ടിക്കകത്ത് പറയണം. ഇനി പാർട്ടിയിൽ അംഗത്വം ഇല്ലെങ്കിൽ പാർട്ടിയുടെ നിയമസഭാ പാർട്ടിയിൽ പറയണം. ശരി, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി പറയണം. ഇതൊന്നും പറയാതെ ഈ പുറത്തേക്ക് വന്നാൽ എന്താ എന്ന് മനസ്സിലാക്കാനുള്ളത്? മാത്രമല്ല, ഞാൻ MR അഭിലാഷ് അപ്പുറം ഇരിക്കുന്നതുകൊണ്ട് ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. സാധാരണഗതിയിൽ കേരളം ഇതുവരെ മലയാളികൾ കേൾക്കാത്തതാണ് നമ്മൾ ഈ കേൾക്കുന്നത്. അത്ര അപസർപ്പക കഥയെ പോലും നാണിപ്പിക്കുന്ന വാർത്ത. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വമേധയെ കേസെടുക്കാറുണ്ട്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആ ബെഞ്ചിൽ നിന്ന് പോയതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതെന്താ നമ്മുടെ കോടതി പോലും നിഷ്ഠേഷമായി നോക്കി നിൽക്കുന്നത്?